നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ദിനത്തിലും ഞെട്ടിക്കുന്ന പീഡന വാർത്തകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം വീട്ടിൽ നിന്ന് കാണാതായ 8 വയസ്സുകാരിയെ ഡൽഹിയിലെ ആർമി കന്റോൺമെന്റ് ഏരിയയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ബലാത്സംഗ ശ്രമത്തെ എതിർത്തതിനെ തുടർന്ന് തെക്ക് പടിഞ്ഞാറൻ ഡൽഹിയിലെ വസന്ത് വിഹാറിലെ അയൽപ്പക്കത്ത് താമസിക്കുന്ന കൗമാരക്കാരൻ പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ ശങ്കർ വിഹാർ മിലിറ്ററി സ്റ്റേഷനിലെ ആളൊഴിഞ്ഞ വീട്ടിൽ പെൺകുട്ടിയുടെ മൃതദേഹം കഴുത്തിൽ കുരുങ്ങിയ നിലയിൽ കണ്ടെത്തിയതായി വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തു. പ്രതി അയൽവാസിയായ 19 വയസ്സുകാരനാണെന്നും ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞു. ക്യാമ്പസിലെ CCTV ക്യാമറകളുടെ സഹായത്തോടെയാണ് ഇയാളെ പിടികൂടിയത്. ചോദ്യം ചെയ്യലിൽ തന്നെ സഹോദരൻ എന്ന് വിളിക്കുന്ന ഇരയെ പ്രദേശത്ത് ഒറ്റപ്പെട്ട വീട്ടിലേക്ക് പ്രലോഭിച്ച് ബലമായി പിടിച്ചുകൊണ്ടുപോയി അതിനുശേഷം പീഡിപ്പിക്കാൻ ശ്രമിച്ചതായും പ്രതി വെളിപ്പെടുത്തി. അവൾ എതിർത്തപ്പോൾ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി എന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത്. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രതി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ കഴുത്തിൽ സ്കാർഫ് കെട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്ന നിലയിലാണ് ശരീരം ഉപേക്ഷിച്ചത്. പുലർച്ചെ 1 മണിയോടെ ഇരയുടെ മാതാപിതാക്കൾ ലോക്കൽ പോലീസിനെ വിളിച്ചതായി പോലീസ് പറഞ്ഞു. രാവിലെ 8 മണിയോടെ നാട്ടുകാരും പോലീസും ചേർന്നാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇരയ്ക്കും കുടുംബത്തിനും നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബാംഗങ്ങളും നാട്ടുകാരും ശങ്കർ വിഹാറിന് സമീപത്തെ പ്രധാന റോഡിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകോപിതരായ താമസക്കാർ ആർമി ക്യാമ്പസിനുള്ളിലെ തങ്ങളുടെ കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയും ഗതാഗതം തടയാൻ പോലും ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ലോക്കൽ പോലീസിൽ നിന്ന് നടപടിയെടുക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതിനെ തുടർന്ന് ഒടുവിൽ ശാന്തരായി. തട്ടിക്കൊണ്ടുപോകലിന് നേരത്തെ കേസെടുത്തിരുന്നുവെങ്കിലും പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റവും ചുമത്തുമെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അതേസമയം കുറ്റകൃത്യത്തിന് പിന്നാലെ കൃത്യമായ ഉദ്ദേശം കണ്ടെത്തുന്നതിന് അന്വേഷണം നടത്തുന്ന പോലീസുമായി പ്രാദേശിക സൈനിക അധികാരികൾ പൂർണ്ണ സഹകരണം ഉറപ്പു നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ വെല്ലുവിളി നിറഞ്ഞ വേളയിൽ ദുഃഖിതരായ കുടുംബത്തിന് സൈന്യം പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ ചിന്തകളും പ്രാർത്ഥനകളും ദുഃഖിതരായ കുടുംബത്തോടൊപ്പം ഉണ്ടെന്നാണ് സൈനിക സ്റ്റേഷന്റെ വക്താവ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ആവശ്യമായ ഏത് സഹായവും നൽകുന്നതിന് ഞങ്ങൾ അവരുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നു എന്നും വക്താവ് പറഞ്ഞു. അതേസമയം ഇന്ന് ചെന്നൈ അണ്ണാ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയതും ഏറെ ഞെട്ടലോടെയാണ് കേട്ടത്. ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം 2 പേർ ചെന്ന് കുറ്റിക്കാട്ടിലേക്ക് വലിച്ചിഴച്ച് ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്നാണ് പരാതി. സർവകലാശാല വിദ്യാർത്ഥികളായ ഇരുവരും പള്ളിയിൽ ക്രിസ്മസ് പ്രാർത്ഥനയിൽ പങ്കെടുത്ത ശേഷം തുറസായ സ്ഥലത്തിരുന്ന് സംസാരിക്കുമ്പോഴാണ് അജ്ഞാതരായ 2 പേരുടെ ആക്രമണം. സുഹൃത്തിനെ ആക്രമിച്ചതിനു ശേഷം വിദ്യാർത്ഥിനിയെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചിഴച്ച ശേഷം ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ക്യാമ്പസിനുള്ളിൽ നടന്ന സംഭവം മുതൽ സംസ്ഥാനത്തൊട്ടാകെ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. ആക്രമികൾ വിദ്യാർത്ഥികളാണോ പുറത്തുനിന്നുള്ളവരാണോ എന്ന് കണ്ടെത്താൻ ക്യാമ്പസിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു.